ഗ്ലോറി ടു ഗോഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മുഖത്തുപെടുമാറാകട്ടെ. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 16-ാം അധ്യായം 6, 7, 8 വാക്യങ്ങൾ. അവർ ആസിയിൽ വചനം പ്രസംഗിക്കരുത് എന്ന് പരിശുദ്ധാത്മാവ് അവരെ വിലക്കി. തൊട്ട് താഴത്തെ വചനം പറയുന്നു, ബിഥുനിക്ക് പോകുവാൻ യേശുവിൻ്റെ ആത്മാവ് അവരെ സമ്മതിച്ചില്ല. അതിന് തൊട്ട് താഴത്തെ വചനം പറയുന്നു, സ്തോത്രം, മക്കദോന്യക്കാരനായൊരു വ്യക്തി പൗലോസിനെ വിളിക്കുന്നത് താൻ ദർശനത്തിൽ കാണുന്നു. ആസിയിലേക്ക് വചനം പ്രസംഗിക്കുവാൻ ട്രൈ ചെയ്തു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അവരെ വിലക്കി. ചില സാഹചര്യങ്ങളിൽ നിന്നും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വിലക്കുന്നുണ്ടോ? ചില സ്ഥലങ്ങളിലേക്ക് പോകുവാൻ ആഗ്രഹിച്ചിട്ട് സമ്മതിക്കാത്തൊരു സിറ്റുവേഷൻ വരുന്നുണ്ടോ? എല്ലാ വഴിയും അടയത്തില്ല, എല്ലാ വാതിലും എല്ലാ കാലത്തും അടഞ്ഞിരിക്കത്തില്ല. ദൈവം ചിലത് തുറക്കുമ്പോൾ, സ്തോത്രം, ദൈവം നിന്റെ ജീവിതത്തിൽ ചിലതൊക്കെയും ആരംഭിക്കുമ്പോൾ എവിടെയെങ്കിലുമൊക്കെ അടയുന്നുണ്ടോ? എവിടെയെങ്കിലുമൊക്കെ സ്ട്രഗിൾസ് അനുഭവിക്കുന്നുണ്ടോ? ഏതെങ്കിലും ഒരു സാഹചര്യത്തിലേക്ക് പോകുവാൻ ട്രൈ ചെയ്തിട്ട് മുൻപോട്ട് പോകാൻ പറ്റാത്ത സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്നുണ്ടോ? ഞാൻ പറയട്ടെ, എല്ലാ വഴിയും അടയത്തില്ല, എല്ലാ വാതിലും എന്നും അടഞ്ഞിരിക്കത്തില്ല. ചിലത് ദൈവം തുറക്കുമ്പോൾ അത് നമ്മുടെ റീസ്റ്റോറേഷൻ്റെ ദിവസങ്ങളായി മാറും. ഗോഡ് ബ്ലെസ് യു.